ശ്രീരാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാദിനം 20. ഇന്നത്തെ വിഷയം ജാംബവാൻ ഹനുമാനെ ശക്തി ഓർമ്മിപ്പിക്കുന്നു. മഹാസമുദ്ര ലംഘനം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ സമ്പാദിയിൽ നിന്ന് സീതാദേവി ലങ്കയിലെ അശോകവനത്തിലുണ്ടെന്ന് വാനരന്മാരറിഞ്ഞു. എന്നാൽ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി 100 യോജന വീതിയുള്ള സമുദ്രമായിരുന്നു. ഇന്ന് ഹനുമാന്റെ മഹാപരാക്രമത്തിന്റെ ആരംഭം കേൾക്കാം. വാനര വീരന്മാർ ഓരോരുത്തരും തങ്ങൾക്ക് എത്ര ദൂരം ചാടാൻ കഴിയുമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, എനിക്ക് 10 യോജന ചാടാം. മറ്റൊരാൾ പറഞ്ഞു 50 യോജന. വേറൊരാൾ പറഞ്ഞു 90 യോജന. പക്ഷേ ഹനുമാൻ മാത്രം നിശബ്ദനായി നിന്നു. ബാല്യത്തിൽ മഹർഷിയുടെ ശാപം മൂലം തൻ്റെ അസാധാരണ ശക്തി ഹനുമാൻ മറന്നിരുന്നു. ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മാത്രമേ ആ ശക്തി ഉണരുകയുള്ളൂ. അപ്പോൾ പ്രായം ചെന്ന മഹാജ്ഞാനിയായ ജാംബവാൻ ഹനുമാന്റെ അടുത്തെത്തി പറഞ്ഞു, ഹനുമാനെ, നീ വായുപുത്രനാണ്. ബാല്യത്തിൽ സൂര്യനെ പഴമാണെന്ന് കരുതി ആകാശത്തേക്ക് ചാടിയവനാണ് നീ. ദേവന്മാർ അനുഗ്രഹിച്ച അജയ്യ ശക്തി നിനക്കുണ്ട്. നിന്റെ ശക്തി നീ തന്നെ മറന്നിരിക്കുന്നു. ഇപ്പോൾ അത് ഓർമ്മിക്കൂ. ഈ വാക്കുകൾ ഹനുമാനിൽ ആത്മവിശ്വാസം ഉണർത്തി. ശ്രീരാമന്റെ നാമം സ്മരിച്ചുകൊണ്ട് ഹനുമാൻ തൻ്റെ ശരീരം പർവ്വതം പോലെ വികസിപ്പിച്ചു. അദ്ദേഹം ഗർജിച്ചു, ശ്രീരാമകാര്യത്തിനായി ഞാൻ ഈ സമുദ്രം ഒറ്റച്ചാട്ടത്തിൽ കടക്കും. സീതാമാതാവിനെ കണ്ടെത്താതെ ഞാൻ മടങ്ങി വരില്ല. വാനരസേന മുഴുവൻ ആനന്ദത്തോടെ ജയഘോഷം മുറക്കി. ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിൽ കയറി. ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും മനസ്സിൽ ധ്യാനിച്ചു. പിന്നീട് ശക്തിയായി കാലമർത്തി ആകാശത്തിലേക്ക് ഉയർന്നു. ആ ചാട്ടത്തിൻ്റെ ശക്തിയിൽ മഹേന്ദ്ര പർവ്വതം വിറച്ചു. മരങ്ങളൊക്കെ ഇളകി, പുഷ്പങ്ങൾ മഴ പോലെ താഴെ വീണു. ദേവന്മാർ ആകാശത്തിൽ നിന്ന് ഹനുമാനെ അനുഗ്രഹിച്ചു. സമുദ്രദേവൻ ഹനുമാന്റെ സേവനത്തിൽ സന്തുഷ്ടനായി. മൈനാക പർവ്വതത്തോട് പറഞ്ഞു, ഹനുമാൻ ക്ഷീണിച്ചിരിക്കാം. മുകളിലേക്ക് ഉയർന്ന് അദ്ദേഹത്തിന് അല്പസമയം വിശ്രമിക്കാൻ അവസരം നൽകൂ. മൈനാക പർവ്വതം സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നു. പക്ഷേ ഹനുമാൻ വിനയത്തോടെ പറഞ്ഞു, രാമകാര്യത്തിന് വൈകാൻ പാടില്ല. എനിക്ക് വിശ്രമിക്കാനുള്ള സമയമല്ല ഇത്. സ്നേഹത്തോടെ മൈനാകനെ സ്പർശിച്ച് അദ്ദേഹം യാത്ര തുടർന്നു. ദേവന്മാർ ഹനുമാന്റെ ബുദ്ധി പരീക്ഷിക്കാൻ സുരസാദേവിയെ അയച്ചു. അവൾ ഒരു ഭീകര രൂപം സ്വീകരിച്ചു പറഞ്ഞു, ദേവന്മാർ നിന്നെ എൻ്റെ ഭക്ഷണമായി നിശ്ചയിച്ചിരിക്കുന്നു. എൻ്റെ വായിൽ പ്രവേശിക്കണം. ഹനുമാൻ ആദ്യം വിനയത്തോടെ അപേക്ഷിച്ചു, ഞാൻ രാമകാര്യത്തിനാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നിന്റെ ആഗ്രഹം നിറവേറ്റാം. പക്ഷേ സുരസ സമ്മതിച്ചില്ല. അപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി. സുരസ വായ അതിലും വലുതാക്കി. പെട്ടെന്ന് ഹനുമാൻ പെരുവിരലിൻ്റെ വലിപ്പമായി ചുരുങ്ങി. അവളുടെ വായിൽ കയറി ഉടൻ പുറത്തു വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ നിന്റെ വായിൽ പ്രവേശിച്ചു. ഇനി എന്നെ അനുഗ്രഹിക്കൂ. സുരസ സന്തോഷത്തോടെ അറിയിച്ചു, ഹനുമാനെ, നിന്റെ ബുദ്ധിയും വിനയവും വിജയിക്കട്ടെ. സീതയെ കണ്ടെത്തി വിജയത്തോടെ മടങ്ങി വരിക. ഹനുമാൻ വീണ്ടും ലങ്കയിലേക്ക് അതിവേഗം പറന്നു. ഇന്നത്തെ കഥ നമ്മെ 3 മഹത്തായ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ജാംബവാൻ പഠിപ്പിക്കുന്നത് നല്ല ഒരു ഗുരു നമ്മുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുന്നവനാണ്. ഹനുമാൻ പഠിപ്പിക്കുന്നത് ആത്മവിശ്വാസം ദൈവവിശ്വാസത്തോടൊപ്പം ചേരുമ്പോൾ അസാധ്യവും സാധ്യമാകും. സുരസയുടെ പരീക്ഷണം പഠിപ്പിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ബലം കൊണ്ടല്ല, ബുദ്ധിയും വിനയവും കൊണ്ടും പരിഹരിക്കാം. അല്ലയോ ശ്രീരാമ, ഹേ ശ്രീരാമ, ഹനുമാനെ പോലെ അചഞ്ചലമായ ഭക്തിയും ജാംബവാനെ പോലെ
മറ്റുള്ളവരിലെ നന്മ ഉണർത്തുന്ന മനസ്സും സുരസിയുടെ പരീക്ഷണം വിജയിച്ചതുപോലെ ബുദ്ധിയോടും വിനയത്തോടും കൂടി ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ സിംഹികാവധം, ലങ്കിനിയെ പരാജയപ്പെടുത്തൽ, ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കുന്നു, അശോകവനത്തിലേക്കുള്ള യാത്ര, ഇതിനെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കാം. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്.